ആശാനെ CPM-ൽ നിന്ന് മുൻ MLA, മുൻ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ വഹിച്ച ആളാണ് രാജേന്ദ്രൻ. രാജേന്ദ്രൻ ഇന്ന് തിരുവനന്തപുരത്ത് പോയി അംഗത്വം എടുത്തിരിക്കുകയാണ്. BJP അയാൾ എവിടെയാലും പോയി കിടന്നു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങളുടെ പാർട്ടിയിലും ഇല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ അനുഭാവി പോലുമില്ല. അതൊക്കെ അന്ന് ക്ലോസ് ചെയ്ത കാര്യമാണ്. അയാൾ BJP പോവോ ചെകുത്താൻ്റെ കൂടെ പോയാലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ വർഷം പാർട്ടി സെക്രട്ടറി ജില്ലയിലെത്തിയപ്പോൾ രാജേന്ദ്രനെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചെത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആര്? അതെനിക്കറിയത്തില്ല, എൻ്റെ ശ്രദ്ധ വന്നില്ല. നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. ഞങ്ങളൊന്നും ശ്രമിച്ചിട്ടില്ല. ചുമ്മാ മണ ഗുണം എന്നോട് പറയുന്നുണ്ട്. സമയത്ത് ഇത്തരം ഒരു മാറ്റം അതൊന്നും ഇവിടെ വലിയ വിഷയമല്ല. അയാൾ കാലങ്ങളായി ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങളുടെ പാർട്ടിയിലില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നടപടിയെടുത്ത് പണ്ടേ കളഞ്ഞതാണ്. അയാൾ പാർട്ടിയായി ഒരു ബന്ധവുമില്ല. അയാൾ എവിടെ പോയി കയറിയാൽ ഞങ്ങൾക്ക് തന്നെ പിന്നെ അയാളെ ആശ്രയിച്ചല്ല ഇവിടെ ഞങ്ങൾ ജയിക്കുന്നത്. എന്നാലും 3 തവണ MLA ആക്കി, CPM-ന്റെ MLA ആയി, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി. ഇങ്ങനെ സ്ഥാനമൊക്കെ വഹിച്ച ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ അത് പാർട്ടിക്ക് പാർട്ടിക്ക് കുന്തവും വരില്ല. എന്ത് നിങ്ങൾ എന്താ ഞങ്ങളെ പറ്റി ധരിച്ചിരിക്കുന്നത്? MM മണി അങ്ങ് രാജിവെച്ചോ പോയാൽ ഈ പാർട്ടിക്ക് ഒരു കുന്തവും വരില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഞങ്ങളങ്ങനെ സംഘടന. MM മണി ഈ ജില്ലയിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനാണല്ലോ. ഞാൻ MLA ആണ്. ഞാൻ രാജിവെച്ച് അങ്ങ് പോയാൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനൊന്നും വരില്ല. പാർട്ടിയുടെ നയങ്ങൾ വ്യക്തമാകും. അത് അയാളോട് ചെന്ന് ചോദിച്ചു. അതിൻ്റെ പേര് പിറപ്പ് പണിയുന്ന. പിന്നെ ഭയങ്കര ദ്രോഹിച്ചല്ലോ. പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി, MLA ആക്കി. എത്ര പ്രാവശ്യം MLA ആക്കി? ഭയങ്കര ദ്രോഹമാണ് ചെയ്തത്. ജീവിതകാലം മുഴുവൻ അയക്കും പെൻഷൻ. അയാൾ ചത്ത് കഴിഞ്ഞാൽ പൊണ്ടാറ്റിയുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ. ഇതെല്ലാം നമ്മൾ സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വാങ്ങിച്ച് നന്നായി തിന്നട്ടെ. അയാൾ എവിടെ പോയി കയറിയാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. NSS അത് VD സതീശനോട് അങ്ങനെ അവർ പറയാൻ കാരണം എന്തെന്ന് അവരോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്ക്. ഞാനിപ്പോൾ എന്താ പറയാനാ? അവരുടെ മനസ്സാക്ഷി അവരുടെ എൻ്റെ മനസ്സിലില്ലല്ലോ. അവർ വേറെ വ്യക്തികൾ, 2 പേര് പ്രമുഖർ. VD സതീശനോട് ഇഷ്ടക്കേടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ തള്ളിപ്പറയുന്നു എന്ന കാര്യം അദ്ദേഹത്തിന് അവരോട് പോയി ചോദ്യയില്ലേ. അതുപോലെ തന്നെ VD സതീശനോട് നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം. എന്നോട് ചോദിച്ചു എന്നാ പറയാനാണ്? NSSും SNDPയും ഐക്യപ്പെട്ടതോ ഐക്യമല്ലാതെയാണോ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾ ഞങ്ങളുടെ സ്വതന്ത്രമായ നയങ്ങൾ വ്യക്തമാക്കും. അപ്പോൾ NSS നിൽക്കുന്നവരും SNDP നിൽക്കുന്നവരും എല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരും എന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കും. അത് നിർത്തിക്കൊണ്ട് പോകാനുള്ള പണിയെല്ലാം ഞങ്ങൾ ചെയ്യും. ഈ 2 സംഘടനകൾ LDF-ന് അനുകൂലമായ നിലപാടാണല്ലോ പറയുന്നത്. അതിപ്പോൾ അവരോട് പോയി ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന്. എന്നോട് ചോദിച്ചെന്താ ഞാൻ എന്നാ പറയാനാണ്? അച്ഛൻ ഈ രാജേന്ദ്രൻ പോയ കാര്യത്തിൽ ഈ കോൺഗ്രസ്സുകാർ ഏത് സമയത്തും BJP-ക്കാരാകാം എന്നുള്ളത് ഒരു CPM-ന്റെ ഒരു വിമർശനമാണ്. അപ്പൊ CPM-ൽ നിന്നിങ്ങനെ CPM-ന് നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കാതെ. വർഷങ്ങളായി അയാൾ ഞങ്ങളുടെ കൂടെ ഇല്ല. പിന്നെ അയാളെപ്പറ്റി ഞങ്ങൾക്ക് എന്നാ? കഴിഞ്ഞ ദിവസം പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. അദ്ദേഹത്തോട് പോയി ചോദിക്കും. നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. ജില്ലാ സെക്രട്ടറിയോട് തന്നെ ചോദിച്ചു. അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞു. രാജേന്ദ്രനൊന്നും ഒരു പ്രശ്നവുമില്ല. MM മണി പോയാൽ പോലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കുന്തവും വരില്ല. പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഇടുക്കി ജില്ലയിലെ പാർട്ടിക്ക് എന്നാ പറ്റുന്ന എല്ലാ സംഭാവനയും ചെയ്താൽ നിങ്ങൾക്കും അറിയാം. ഞാൻ നാളെ പാർട്ടി വിട്ടു പോയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റിന് ഒരു കുന്തവും വരില്ല. പിന്നെ അതിന് മുകളിലൊന്നുമല്ല രാജേന്ദ്രനൊന്നും. ഈ രാജേന്ദ്രൻ ഉന്നയിക്കുന്ന പരാതിയിൽ വലിയ കഴമ്പുണ്ടോ? അത് അയാളോട് പോയി ചോദിച്ചിരുന്നു. അയാളെന്താ പരാതി പറയുന്നത് എനിക്കറിയില്ല. ഇതൊന്നും ഞങ്ങളുടെ പരിപാടിയല്ല. അയാൾ ഞങ്ങളുടെ കൂടെ ഇല്ല, കാലങ്ങളായില്ല. അയാൾ തെരഞ്ഞെടുപ്പിൽ അയാളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി, 3 പ്രാവശ്യം MLA ആക്കി. അയാൾ പാർട്ടി മര്യാദ പാലിച്ചില്ല, അതുകൊണ്ട് കളഞ്ഞു. ഇനി അയാളുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നാൽ ഞങ്ങൾ തീർത്ത് കിട്ടിയാൽ ഒന്നും ചെയ്തില്ലല്ലോ.
അത് പോയെന്ന് പുള്ളി പുറത്ത്, അത്രേ ഉള്ളൂ. അയാൾ പോയെന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു ചുക്കും വരികയില്ല. അതിനെല്ലാം ഉള്ള പണിയെല്ലാം ചെയ്യാൻ ഞങ്ങൾക്ക് അവിടെ അറിയാം. പറഞ്ഞു മനസ്സിലായോ? ഞങ്ങളുടെ കൂടെ നിന്ന് ഒരു അനുഭാവിയെ പോലും പിടിക്കാനായിട്ട് കഴിയില്ല. അതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞ പയ്യാവേലിയാണ്. അതൊക്കെ പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഇല്ലേ വേണ്ട ഓ, അത്രേ ഉള്ളൂ. ആരെയാണ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നത് അങ്ങാർക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇപ്പോൾ